ശുഭാനന്ദ തിരുനാമം ആത്മാക്കളിൽ നിത്യമുദിച്ചിടട്ടെ. സർവദോഷങ്ങളെയും തിരുനാമം തീർത്തു രക്ഷിച്ചിടട്ടെ. ലോകത്തിന്റെ ഉടമസ്ഥനാകുന്ന സർവസൃഷ്ടാവാകുന്ന സ്വർഗപിതാവാകുന്ന ജഗദീശ്വരൻ ശുഭാനന്ദ നാമത്തിൽ ഈ ലോകത്തിൽ തിരുവവതാരം ചെയ്ത് മർത്യകുല രക്ഷാർത്ഥം സ്ഥാപിച്ച സ്വർഗീയ സ്ഥാപനമാണ് നമ്മൾ ഓരോരുത്തരും വന്ന് ബന്ധപ്പെട്ടിരിക്കുന്ന ഈ ശുഭാനന്ദാസ്ഥാനം. ഈ കഴിഞ്ഞ ഒരാഴ്ച കാലമായി ഇത് ലോകമാണോ അതോ മറ്റെന്തെങ്കിലും സ്ഥലമാണോ സ്വർഗമാണോ എന്താണെന്ന് തിരിച്ചറിയാൻ വയ്യാത്ത വിധത്തിൽ ദേഹവും ലോകവും മറന്ന് ആത്മലോകം പരമാനന്ദത്തിൽ ലയിച്ച് സുഖിക്കുകയായിരുന്നു. ഇത് ആ ത്യാഗകർമ്മ ഫലമാണ്. സ്വന്തം തിരുശരീരത്തിൽ 69 തിരുവർഷക്കാലം അക്ഷീണ പരിശ്രമങ്ങളും ത്യാഗങ്ങളും സഹിച്ചുകൊണ്ട്, കഷ്ടത പട്ടിണി പരിഹാസങ്ങൾ സഹിച്ചുകൊണ്ട് ആത്മലോക രക്ഷാർത്ഥം ഈ നരക ദുരിതത്തിൽ കഴിയുന്ന ആത്മലോകത്തിന് സ്വർഗതുല്യമായ ഒരു ജീവിതം ദാനം ചെയ്യുവാൻ സഹിച്ച ത്യാഗകർമ്മത്തിന്റെ ഫലം എന്റെ ഗുരുനാഥൻ കഷ്ടപ്പെട്ട ഫലം ഏഴയാമെന്നിൽ അനുഭവ. ഈ ഒരാഴ്ച കാലമായി നമ്മൾ അനുഭവിച്ച ഈ പരമാനന്ദം നമുക്ക് ജന്മിയായി തിരുവവതാരം ചെയ്ത ശുഭാനന്ദ രൂപം ത്യാഗങ്ങളും കഷ്ടങ്ങളും സഹിച്ച് ഈ ഭൂമിയിൽ കൊണ്ടുവന്ന് സ്ഥാപിച്ചതാണെന്നുള്ള സത്യം നമ്മൾ ഓരോരുത്തരും ഓർക്കണം, നന്ദിയോടുകൂടി ഓർക്കണം. നമ്മൾ നന്ദിയില്ലാത്തവരായി പോകരുത്, നന്മയില്ലാത്തവരായി പോകരുത്. നന്ദിയോടുകൂടി ഓരോ ആത്മസന്തതികളും ഇത് ഓർക്കണം, ഈ പരമസത്യം ഓർക്കണം. എന്നാൽ ശുഭാനന്ദ ദിവ്യരൂപം ആദ്യ തിരുവുടലിൽ ഇരുന്നത് തീരുമാനിച്ചുവെങ്കിലും ലോകത്ത് നടപ്പാക്കിയില്ല. അതിനുള്ള സാഹചര്യം അല്ലായിരുന്നു. അപ്പോൾ തിരിച്ചെഴുന്നള്ളി വന്നു. അത്യത്ഭുത കരങ്ങളോടുകൂടി താരാസ്തുതിയുമായി ലോകത്തിൽ വന്നു. രണ്ടാമതൊരു തിരുവുടലിലേക്ക് പ്രത്യക്ഷമായി. ആ പ്രത്യക്ഷതയിലാണ്, ആ അത്ഭുത പ്രവർത്തനങ്ങളിലൂടെയാണ് ഈ ആത്മബോധോദയ സംഘത്തെ ഈ ലോകം മുഴുവൻ അറിയുവാൻ തക്ക വിധത്തിൽ വളർത്തിയതും ഈ മഹനീയമായ താരാസ്തുതി നിയമം നടപ്പാക്കിയതും. തീരുമാനിച്ചത് ആദ്യ തിരുവുടലിൽ, എന്നാൽ തിരിച്ചെഴുന്നള്ളി വന്നിരുന്നുകൊണ്ടാണ് നടപ്പാക്കിയത്. അതിന്റെ എല്ലാ വ്യവസ്ഥകളും വെളിപ്പെടുത്തി
ജഗദീശ്വരൻ കഷ്ടപ്പെട്ട, ജഗദീശ്വരൻ ത്യാഗം സഹിച്ച, ആത്മലോക രക്ഷയ്ക്ക് വേണ്ടി ഒരു തിരുശരീരത്തിൽ ഇരുന്നുകൊണ്ട് വെന്ത് ത്യാഗം സഹിച്ചുകൊണ്ട് നമുക്ക് വേണ്ടിയാണ് ഇതെല്ലാം രൂപപ്പെടുത്തിയത്. നിറയെ ശത്രുക്കളും വൈരാഗ്യങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകത്തിൽ ഇപ്രകാരം ഒരു ആദർശത്തെ വളർത്തുവാനും പുലർത്തുവാനും എന്തെല്ലാം ത്യാഗങ്ങൾ സഹിക്കണമെന്ന് പുറകോട്ടൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ഭഗവാൻ തന്നെ കൽപ്പിക്കുമായിരുന്നു, 4 പേർ കൂടി തുടങ്ങിയതാണ് ഈ താരാസ്തുതി എന്ന്. അതെ, വെറും 4 പേരെ കൊണ്ടാണ് ഭഗവാൻ താരാസ്തുതി ആരംഭിച്ചത്. 2ാം തിരുശരീര വാഴ്ചയിൽ വെറും 4 പേരെ കൊണ്ടാണ് ഈ താരാസ്തുതി മഹായജ്ഞം ആരംഭിച്ചത്. ആ 4 പേരെ കൊണ്ട് അത് തുടങ്ങുവാനും ഇത് അനേക ലക്ഷം ആത്മാക്കളെ കൊണ്ട് നടത്തുവാനും കഴിവും അധികാരമുള്ള ജഗദീശ്വരനായിരുന്നു ആ തിരുശരീരത്തിൽ വാഴുന്നത് എന്നുള്ളതാണ്. മറക്കരുതേ, ആരും മറക്കരുതേ, എന്റെ ജഗദീശൻ ലോകത്തിൽ വന്നതായോ. മറക്കരുതേ, ആരും മറക്കരുതേ, എന്റെ ജഗദീശൻ ലോകത്തിൽ വന്നതായോ. മറക്കരുതേ, ആരും മറക്കരുതേ, എന്റെ ജഗദീശൻ ലോകത്തിൽ വന്നതായോ. ഇനി ഈ ലോകത്ത് ജനിച്ചു വരുവാനുള്ളവർ പോലും ഈ ആദർശത്തിൽ കൂടി വന്ന് ഈ അറിവിനെ ഗ്രഹിച്ച് ഈ ജന്മാന്തര ജ്ഞാനോപദേശം സ്വീകരിച്ച് അതിനനുസരിച്ച് ജീവിതം ചെയ്തെങ്കിലേ ഓരോ ആത്മാക്കൾക്കും മോക്ഷമുള്ളൂ എന്നുള്ള സത്യം ലോകം അറിയാനിരിക്കുന്നതേ ഉള്ളൂ. എങ്കിൽ പോലും ആ വരുന്ന ഓരോ ആത്മാവും ഈ സത്യങ്ങളൊന്നും മറക്കാൻ പാടില്ല. ജന്മജന്മാന്തരമായി വന്നു ഭവിച്ച കർമ്മദോഷങ്ങളെ തീർക്കുവാൻ ജന്മിയാകുന്ന ജഗദീശ്വരൻ വന്ന് സ്ഥാപിച്ച ഈ പരമോന്നതമായ താരാസ്തുതി, അതിമഹത്തായ താരാസ്തുതി ഈ ഒരാഴ്ചക്കാലമായി ഇരുന്ന ആത്മാക്കളോട് ചോദിച്ചാൽ എങ്ങനെ വർണ്ണിച്ചിടും സർവാശ്രയമായി ജഗദീശ്വരനെ മാത്രം കണ്ടുകൊണ്ട് ഇവിടെ വന്നിരുന്ന് യാചിക്കുകയായിരുന്നു, അപേക്ഷിക്കുകയായിരുന്നു. എന്റെ അവസ്ഥ ആത്മനാഥ എന്നോടുകൂടെ വസിക്കാനാഥ. ഓരോ ആത്മാവിലും ആനന്ദത്തെ നിറച്ചു. താരാസ്തുതിയിൽ ഇടപെട്ട ആത്മസന്തതികളെ ഗുരുനാഥ
ഉയർത്തിക്കൊണ്ടാക്കണം. ഇത് സത്യമാണ്. ഇത് ഞാൻ മുന്നമേ ഇവിടെ വന്ന് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ കൈ ഉയർത്തണമെന്ന് പറയിപ്പിച്ച് ചെയ്തതല്ല. ഇത് സത്യമാണ്. കാരണം താരാസ്തുതിയുടെ അനുഭവം അതാണ്. ആനന്ദമേ സ്ഥാപിച്ച് അതിനെ നാമസങ്കീർത്തനങ്ങളാക്കി നമ്മളിലേക്ക് ഒഴുക്കി തന്നിട്ട് നമ്മളോട് പറയുകയാണ്, നാമസങ്കീർത്തനം പാടി സ്തുതിക്കുക അഖിലേശൻ വാണിടട്ടെ, അഖിലേശൻ വാണിടട്ടെ. ദുഃഖങ്ങൾ ഒഴിയട്ടെ, ദുരിതങ്ങൾ ഒഴിയട്ടെ. ആനന്ദം ആനന്ദം ആനന്ദമല്ലയോ നാമം സ്തുതിക്കുന്നത്, നാമം സ്തുതിക്കുന്നത്. എത്രയോ താരാസ്തുതികൾ ഈ തിരുസന്നിധാനത്തിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നു. അതിൽ ഓരോ താരാസ്തുതിയിലൂടെയും എത്രയോ ആത്മാക്കൾ രക്ഷ പ്രാപിച്ചിരിക്കുന്നു. ഭൂതപ്രേത പിശാചുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും, മാറാത്ത രോഗങ്ങളിൽ നിന്നും, ഒഴിയാത്ത ബാധകളിൽ നിന്നും, ഒരു വിധത്തിലും ഒരു ശാന്തിയുമില്ലാത്ത എന്തെല്ലാം ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, പ്രയാസങ്ങൾ, കഷ്ടതകളൊക്കെ ഈ വ്രതവും അനുഷ്ഠിച്ചുകൊണ്ട് ഭഗവത് കൽപ്പന പ്രകാരം താരാസ്തുതിയിൽ ഇരുന്ന ഓരോരുത്തർക്കും നിർത്തിയാൽ ലക്ഷങ്ങൾ ഉണ്ടാകും. അങ്ങനെ പരിശോധിക്കാനോ കണക്കെടുക്കാനോ അല്ല നമ്മുടെ രക്ഷകൻ വന്നത്. നിങ്ങളെ ഓരോരുത്തരെയും രക്ഷിക്കുവാൻ കരുണാമയനാകുന്ന ജഗദീശ്വരൻ താണിറങ്ങി വന്നിരിക്കുകയാണ്. നിങ്ങൾ നൽകുന്ന നേർച്ചയുടെയോ ദക്ഷിണയുടെയോ ആ അളവ് നോക്കിയാണോ നിങ്ങളെ രക്ഷിക്കുന്നത്? അല്ല. രക്ഷകൻ ഉടമസ്ഥൻ ഉദയം ചെയ്ത് വാഴുകയാണ്. സർവ്വലോകത്തെയും സർവ്വചരാചരങ്ങളെയും രക്ഷിക്കുവാൻ അധികാരിയായി ഉടമസ്ഥനായി വാഴുകയാണ്. ആ രക്ഷകന്റെ തിരുമുമ്പിലെത്തി നാമസ്തുതിച്ച് നമ്മൾ ഓരോരുത്തരും ആനന്ദം അനുഭവിക്കുകയാണ്. ജാതി മത ഭേദം ലേശമില്ല, സ്ത്രീ പുരുഷ ഭേദം ലേശമില്ല. സർവവും നമ്മൾ മറക്കുകയാണ്. താരാസ്തുതിയിൽ ഹൃദയം കൊടുത്ത് നിലകൊള്ളുന്ന ഓരോ ആത്മാവും സർവവും മറക്കുകയാണ്. സ്വന്തം ദേഹത്തെയോ ദേഹകർമ്മങ്ങളെയോ ഈ ലോകത്തെയോ ലോകകർമ്മങ്ങളെയോ എല്ലാം മറന്നിട്ട് ആനന്ദിക്കുകയാണ് ആത്മാവ്. ആ ആത്മാവിനെ അങ്ങനെ ആനന്ദിപ്പിക്കുവാൻ ഇടം നൽകിയ നമ്മുടെ ജഗദീശ്വരനെ നമ്മൾ മറക്കരുത്. മൂന്നാം തിരുശരീര വാഴ്ചയിലും അത്ഭുതകരമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ഈ താരാസ്തുതി നടത്തിയിരുന്നു. അനേകങ്ങളിലേക്ക് ആശ്വാസവും ആനന്ദവും അനുഭവപ്പെടുത്തിയിരുന്നു. നിരവധി താരാസ്തുതികളിൽ അപ്രകാരമുള്ള അനുഭവങ്ങളൊക്കെ ലഭിച്ച ഒരാളാണ് ഞാൻ. അങ്ങനെ ഓരോ താരാസ്തുതിയിലൂടെയും നാലാം തിരുശരീര വാഴ്ചയിൽ വന്നപ്പോൾ
ആ ഉപദേശം 3 യുഗവും പഠിച്ചവർക്ക് മാത്രമേ താരാസ്തുതിയിൽ ഇടപെടാൻ സാധ്യമാവൂ എന്നുള്ള ഒരു കർശന നിയമത്തോടുകൂടി താരാസ്തുതിയെ കുറച്ചുകൂടി ശക്തിവത്താക്കി. അപ്പോൾ ഈ ഭൂതപ്രേത വിശാചുക്കളൊന്നും ഇങ്ങോട്ട് അടുക്കാത്ത വിധത്തിലായി. കാരണം നമ്മുടെ ജന്മാന്തര ജ്ഞാനോപദേശം ജന്മിയാകുന്ന ജഗദീശ്വരൻ വന്ന് അറിയിച്ച അറിവാണ്. അറിവിന്റെ മുൻപിൽ ഒരു അജ്ഞാനവും അടുക്കുകയില്ല. അറിവിന്റെ മുൻപിൽ ഒരു അജ്ഞാനവും അടുക്കുകയില്ല. അതുകൊണ്ട് ഏറ്റവും വേഗം എല്ലാ ആത്മാക്കളും ജന്മാന്തര ജ്ഞാനോപദേശം പഠിച്ചിരിക്കണം. ജന്മാന്തര ജ്ഞാനത്തിന്റെ ജന്മിയായ ജഗദീശ്വരൻ അവതാരമായി വരുന്ന കാലത്ത് ജ്ഞാനോപദേശം ചെയ്തുകൊണ്ട് ആത്മാവിൽ ജ്ഞാനം പ്രദാനം ചെയ്യുമ്പോൾ അത് ഗ്രഹിച്ചില്ലെങ്കിൽ എങ്ങനെ ജന്മാന്തര ജ്ഞാനം ഗ്രഹിക്കാൻ കഴിയും? അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ജന്മാന്തര ജ്ഞാനത്തെ ഒരു തടസ്സവും കൂടാതെ പറയുവാൻ പഠിക്കുകയും അതിന്റെ പൂർണ്ണമായ അർത്ഥത്തെ ഗ്രഹിക്കുകയും അതിനനുസരിച്ച് നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് ജീവിതം ചെയ്യുകയും ചെയ്താൽ ഒരു അജ്ഞാനവും നിങ്ങളെ ബാധിക്കുകയില്ല. ലോക ദുഃഖങ്ങൾ നിങ്ങളെ ബാധിക്കുകയില്ല. അശാന്തി അനുഭവപ്പെടുകയില്ല. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ശാന്തിക്കു ശാന്തി, ശുഭാനന്ദ ശാന്തി, ശുഭാനന്ദ നാമത്തിൽ, സർവജ്ഞാന സമ്പൂർണനാകുന്ന ഗുരുവിന്റെ നാമത്തിൽ ഓരോരുത്തരും ശാന്തി അനുഭവിക്കുവാൻ ഭാഗ്യമുള്ളവരായി തീരട്ടെ. അതിനുവേണ്ടി ജഗദീശൻ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വരുന്ന ശനിയാഴ്ച 29-ാം തീയതി ശനിയാഴ്ച ആദ്യ തിരുവുടൽ ഈ ലോകത്തിൽ നിന്ന് മറവായ കർക്കിടകം 13-ാം തീയതിയാണ്. ലോകത്തിന്റെ രക്ഷകനായി, ആത്മാക്കളുടെ ഉടമസ്ഥനായി, സർവ അന്ധകാരങ്ങളെയും ഒടുക്കുന്ന സർവജ്ഞാന സ്വരൂപമായി ഈ ഭൂമിയിലേക്ക് കലിയുഗ ഖഡ്ഗിയായി തിരുവവതാരം ചെയ്ത ശുഭാനന്ദ ദിവ്യരൂപം ആദ്യമായി സ്വീകരിച്ച സ്വന്തം തിരുശരീരം നമ്മളെ വിട്ട് മറവായി പോയ കർക്കിടകം 13 അത് ലോകമുള്ള നാൾ വരെയും ശുഭാനന്ദ ആദർശത്തിന് ദുഃഖദിനമാണ്. ലോകത്തിൻ്റെ രക്ഷകനായി വന്നുദിച്ച ദൈവമേ, ലോകത്തിൻ്റെ രക്ഷകനായി വന്നുദിച്ച ദൈവമേ, വേദനകൾക്കായി ത്യാഗമേറ്റം സഹിച്ചോനെ ഗുരുവേ, രക്ഷിച്ചോനെ ഗുരുവേ, തിരുവയസ് വരെ സ്വന്തം ദേഹത്തിൽ വാണിരുന്നുകൊണ്ട് മർത്യകുലങ്ങളെ രക്ഷിക്കുവാനുള്ള ഈ സർവജ്ഞാനം ലോകത്തിലേക്ക് അവതരിപ്പിച്ച അവതാര പുരുഷനാകുന്ന നമ്മുടെ ഉടമസ്ഥനെ ഓർത്തുകൊണ്ട് ഭക്തി സമന്വിതം എല്ലാവരും ആ ദിവസം വ്രതമനുഷ്ഠിച്ചുകൊണ്ട് ജീവിതം ചെയ്യണം. ആ ത്യാഗകർമ്മങ്ങളും അത് മുഖാന്തരം ഈ ലോകത്തിന് വന്നിരിക്കുന്ന ശാന്തിയും സന്തോഷവും സുഖവും നമ്മളുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളിലും ഹൃദയങ്ങളിലും അനുഭവമായിക്കൊണ്ടിരിക്കുന്ന ശാന്തിയും സന്തോഷവും സുഖവും സമാധാനവും എല്ലാം നമ്മൾ നന്ദിയോടുകൂടി ഓർത്തുകൊണ്ട് ആ ദിനം വ്രതമനുഷ്ഠിച്ചുകൊണ്ട് ഓരോ ഭവനങ്ങളിലും ഓരോ ആത്മാക്കളും കഴിഞ്ഞുകൂടണം. ഇവിടെ വരുവാൻ സൗകര്യമുള്ളവർ ഇവിടെ വന്ന് ഇവിടുത്തെ പ്രാർത്ഥനയിൽ പങ്കെടുക്കാം.
ശാഖാ സ്ഥാപനങ്ങളുള്ളവർക്ക് അവിടെ പങ്കെടുക്കാം. അല്ലാതെ ഉള്ളവർക്ക് ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് ആ നദിയോടുകൂടി ഓർത്ത് പ്രാർത്ഥിച്ചാൽ നിങ്ങളെ ഏവരെയും ജഗദീശ്വരൻ കഴിഞ്ഞ് അനുഗ്രഹിക്കുന്നതായിരിക്കും. അറിവിന്റെ പരിപൂർണ രൂപനാകുന്ന സർവശക്തനാകുന്ന ജഗദീശ്വരന്റെ തിരുസന്നിധാനമാണിതെന്ന് ഓർമ്മയോടുകൂടി ജീവിച്ചാൽ, കൽപ്പനയ്ക്കനുസരിച്ച് ജീവിതം ചെയ്താൽ, നിയമം പാലിച്ച് ജീവിച്ചാൽ ഓരോ ആത്മാവിലും പരമാനന്ദം അനുഭവിക്കുവാൻ കഴിയും. ആനന്ദം, നിത്യാനന്ദം, ആത്മാവിലെന്തോ ആനന്ദം, നിത്യാനന്ദം, ആത്മാവിലെന്തോ ആനന്ദം, നിത്യാനന്ദം, ആത്മാവിലെന്തോ ആനന്ദം, നിത്യാനന്ദം, ആത്മാവിലെന്തോ. ഓരോ ആത്മാവിലും ഈ പരമാനന്ദം, ഈ നിത്യാനന്ദം നിത്യവും അനുഭവിക്കുവാൻ അണുവിട തെറ്റാതെ ജീവിച്ചെങ്കിലേ മതിയാവൂ, കൽപ്പന പാലിച്ച് ജീവിച്ചെങ്കിലേ മതിയാവൂ, നിയമം പാലിച്ച് ജീവിച്ചെങ്കിലേ മതിയാവൂ. അതിൽ ഓരോരുത്തരും അവരവരുടെ ഹൃദയങ്ങളെ ഒരുക്കുക. ദൈവത്തിന്റെ പ്രത്യേക കരങ്ങൾ നിങ്ങൾക്ക് ചുറ്റും വലയങ്ങളായിരിക്കുവാൻ, നിയമദൂതന്മാർ വലയം ചെയ്യപ്പെടുവാൻ, അവർ അനർത്ഥങ്ങളും അപകടങ്ങളും ഒഴിവായി ജീവിക്കുവാൻ, ദൈവത്തിന്റെ പ്രത്യേക സംരക്ഷണം നിങ്ങളിൽ കൂടി അനുഭവമാകുവാൻ, അതിന് നിങ്ങൾ ഓരോരുത്തരും സത്യം പാലിച്ച്, നിയമം പാലിച്ച്, കൽപ്പന പാലിച്ച് ജീവിതം ചെയ്യുക. സർവേശ്വരൻ സർവദാ ഓരോ കുടുംബങ്ങൾക്കും, ഓരോ ഹൃദയങ്ങൾക്കും, ശാഖാ സ്ഥാപനങ്ങൾക്കും, സർവ്വ ആചാര പരമ്പരകൾക്കും, ഭക്തസന്തതികൾക്കും കാവലും തുണയുമായിരിക്കട്ടെ. ശുഭാനന്ദം ആത്മബോധോദയം ശുഭാനന്ദം